ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഹാപ്പിയായിട്ട് കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മൊബൈലൊക്കെ വെച്ച് പിന്നെ ഒരു ചെറിയൊരു ആക്ഷൻ ക്യാമറ, അതായത് SD ക്യാമൊക്കെ വെച്ചായിരുന്നു ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഒരു യൂട്യൂബിൽ കരിയറിലെ ഏറ്റവും ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ദിവസമാണിത്. കാരണം വേറെ ഒന്നുമല്ല, ഇന്ന് നമുക്കൊരു GoPro Hero 8 ഫ്രീ ആയിട്ട് ഗിഫ്റ്റായിട്ട് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. എന്താ പറയുക, എനിക്ക് സന്തോഷം നിങ്ങളുടെ അടുത്ത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും സന്തോഷത്തിലാണ്. ഞാൻ നിങ്ങൾക്ക് ക്യാമറ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ GoPro Hero 8 എന്ന് പറഞ്ഞാൽ. ഇതിന് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം. ഇതെനിക്ക് ആരാ വാങ്ങിത്തതെന്ന് പറയണ്ടേ. ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല, ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഗൈസ്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു ചേട്ടൻ എനിക്ക് ഗിഫ്റ്റായിട്ട് മേടിച്ചു തന്നതാണ് ഈ GoPro Hero 8 എന്ന് പറയുന്നത്. ചേട്ടൻ്റെ പേരെന്ന് പറയുന്നത് അനിൽ എന്നാണ്. കോയമ്പത്തൂരിലെ അനിലേട്ടനാണ് എനിക്ക് ഈ ഒരു ക്യാമറ വാങ്ങിത്തന്നത്. എന്താ പറയുക, ഒരുപാട് താങ്ക്സ് ഉണ്ട് അനിലേട്ടന്. കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മനീഷ നിനക്ക് ഞാൻ എൻ്റെ വക ഒരു ഗിഫ്റ്റായിട്ടൊരു ക്യാമറ വാങ്ങിത്തരാമെന്ന് പറയും. അങ്ങനെ പുള്ളി എനിക്ക് പൈസ അക്കൗണ്ടിൽ ഇട്ടുതരും. ഞാൻ ഓൺലൈനിലാണ് ഈ സാധനം മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ വീഡിയോ സെറ്റപ്പ് ആക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം കൂടി കേട്ടോ. ക്യാമറ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു കോൺഫിഡൻസാണ് കിട്ടിയത്. കാരണം യൂട്യൂബിൽ വീഡിയോ ചെയ്യാനൊരു മടിച്ചിരുന്ന സമയത്തായിരുന്നു ഇപ്പോൾ ഈ ഒരു ക്യാമറ വന്നപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം, എന്നെ ഇഷ്ടപ്പെടുന്നതും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മൾ അനിലേട്ടന് ഒരു താങ്ക്സ് പറയണം. കാരണം എന്താ പറയുക, ഏകദേശം 30-38,000 രൂപയോളം വിലയുള്ള സാധനമാണ് നമുക്ക് മേടിച്ചത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ക്യാമറ കാണിച്ചു തരാം. ക്യാമറ കാണിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റായിട്ട് അൺബോക്സ് ചെയ്തത് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നതിന് തലേ ദിവസം ഞാൻ എൻ്റെ ഒരു SD ക്യാം എന്ന് പറഞ്ഞൊരു ക്യാമറ മേടിച്ചിട്ടാണ് ലാസ്റ്റ് അൺബോക്സ് ചെയ്തത്. ഏകദേശം ഒരു വർഷത്തോളമായി നമ്മൾ അൺബോക്സിങ് ചെയ്തിട്ട്. അതിനുശേഷം ഞാൻ ഇന്നേ വരെ ഒരു ഗാഡ്ജറ്റ് വാങ്ങിച്ചതായിട്ടില്ല. പിന്നെ നമുക്കൊരു നമ്മുടെ മൊബൈൽ കെയർ നമുക്കൊരു മൊബൈൽ തന്നായിരുന്നു. അതാണ് പിന്നെ നമുക്ക് കിട്ടിയത്. അതിന് ശേഷം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ യൂട്യൂബിലിട്ട് ഏറ്റവും വില കൂടിയൊരു ഗിഫ്റ്റാണ് GoPro Hero 8 കേട്ടോ. സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം. എന്താ പറയുക, ഇത് കിട്ടിയതിന് ശേഷം എനിക്ക് ഇനി എവിടെ ദൂരെയൊക്കെ പോകണമെന്നൊക്കെ ഒരു ആഗ്രഹം കൂടെ കൂടി കേട്ടോ. ഇതിനകത്ത് ഞാൻ ക്യാമറ എടുത്തതിന് ശേഷം ഞാൻ 2-3 ഷോട്ട്സൊക്കെ എടുത്ത് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ക്യാമറ കിട്ടിയ ഇതിൽ അൺബോക്സിംഗ് ഒന്നും ചെയ്യാൻ നിന്നില്ല. ആദ്യം തന്നെ കിട്ടിയ ഉടനെ പൊട്ടിച്ച് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഞാൻ വീണ്ടും അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് ദൂരെയൊക്കെ പോകണമെന്നുള്ളൊരു ആഗ്രഹം കൂടി കേട്ടോ. ഇനി എനിക്ക് കാശ്മീർ പോകണമെന്നൊക്കെ ഒരു ആഗ്രഹം തോന്നി. ക്യാമറ കിട്ടിയാൽ വരും, ഉള്ള പറയാമല്ലോ. അപ്പോൾ ഇനി അടുത്ത് എങ്ങനെയെങ്കിലും ഞാൻ ഇനി ഇടുക്കി പോകും. നാളെ ഞാൻ ഇടുക്കി പോയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇനി കാശ്മീർ പോകണം. അതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. ഒറ്റയ്ക്കായിരിക്കത്തില്ല, ഞാൻ വിഷ്ണുവിനെയും കൂടെ കൂട്ടി, അല്ലെങ്കിൽ വിഷ്ണുവാണ് ഇപ്പോൾ വരാൻ ചാൻസ് ഉള്ള കൂട്ടുകാരൻ, വിഷ്ണുവിനെ കൂടെ കൂട്ടിയിട്ടായിരിക്കും കാശ്മീർ പോകണമെന്ന് കൂടെ ഒരു ആഗ്രഹം ഇപ്പോൾ കൂടി വരുന്നുണ്ട്. എന്തായാലും ഇനി ഇടുക്കി പോയി പണിയൊക്കെ ചെയ്തിട്ട് നമ്മൾ കാശ്മീർ പോകണം. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ക്യാമറ കാണിച്ചു തരണ്ടേ. അപ്പോൾ ഒരിക്കൽ കൂടി അനിലേട്ടന് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു. ഞങ്ങൾക്ക് ക്യാമറ ഒന്ന് കാണിച്ചു തരാം, GoPro Hero 8. അതേപോലെ ഒരു കാര്യം പറയാൻ പറ്റുമെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇടുക്കിയാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഞാൻ ഇടുക്കിയിൽ 2 ദിവസം നിന്നിട്ട് ഞാൻ തിരിച്ച് വന്നു കേട്ടോ. ഞാൻ തിരിച്ച് കൊല്ലത്ത് വന്നു. ഇനി ഞാൻ വീണ്ടും ഇടുക്കിയിൽ പോകും. അത് നമുക്ക് ഇനി GoProയിലൂടെ കാണാം കേട്ടോ. ഇടുക്കിയിൽ പോകുന്ന കാഴ്ചകളൊക്കെ ഇനി GoProയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് GoPro ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ GoPro Hero 8 ക്യാമറയും പിന്നെ അഡ്വഞ്ചർ കിറ്റ് കേട്ടോ. അതിൻ്റെ കൂടെ മേടിച്ച സാധനമാണ്. നമുക്ക് ചെറിയൊരു ഗിംബലും ഹെഡ് മൗണ്ടൊക്കെ വരുന്ന ഒരു അഡ്വഞ്ചർ കിറ്റ്. ഞാൻ ഇത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്യാമല്ലേ. അപ്പോൾ നമ്മൾ ഈ ക്യാമറ പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ് കേട്ടോ. ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നു, ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്. ഞാൻ ജസ്റ്റ് എല്ലാം ചെയ്ത് നോക്കി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ക്യാമറ വരുന്നത്. ഇവിടെ ഒരു നമ്മൾ ഹെൽമെറ്റിലേക്ക് ഫിക്സ് ചെയ്യുന്ന സാധനമില്ലേ, അതും ഒക്കെ ആയിട്ടാണ് ഈ ക്യാമറ വരുന്നത്. പിന്നെ ഈ താഴെയായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതായത് ആക്സസറീസ് മീൻസ് ചാർജറും പിന്നെ ചെറിയ ഒരു ഹെഡ് മൗണ്ടും പിന്നെ അതിൻ്റെ വാറണ്ടി കാർഡൊക്കെ. നമ്മൾ ഈ അൺബോക്സിംഗ് ഒക്കെ നിങ്ങൾ ഒത്തിരി വീഡിയോ കണ്ട് കാണും. വാറണ്ടി കാർഡൊക്കെ കൂടിയ ഒരു സാധനമാണ് ഇതിനകത്തുള്ളത്. ഇതാണ് നമ്മളെ ക്യാമറ വരുന്നത് കേട്ടോ, GoPro Hero 8. ഭയങ്കര ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാമറകളിൽ ഒന്നാണ് GoPro കേട്ടോ. നല്ല ഒരു സാധനമാണ്. നമുക്കിതൊന്ന് ജസ്റ്റ് ഇതിനകത്തുനിന്ന് ഊരിയെടുക്കാം. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ GoPro Hero 8 കേട്ടോ. അടിപൊളി ക്യാമറയാണ്. ചെറിയ ക്യാമറ ആണെങ്കിൽ ഇതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. നമുക്കിത് 4K വരെ ഷൂട്ട് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാനത് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് ഓണാക്കുന്നത്. അങ്ങനെ നമ്മൾ GoPro ഓണാക്കിയിട്ടുണ്ട്.
25% ചാർജ് ഉണ്ട്. ഇതിൽ നമുക്ക് 4K ഷൂട്ട് ചെയ്യാം. നമുക്കിപ്പോൾ 4K ആവശ്യമില്ല, 1080 തന്നെ മതി. നല്ല ക്വാളിറ്റിയിലും നല്ല സ്റ്റെബിലൈസേഷനും കൂടെ നമുക്കിത് കിട്ടും. ഞാനിത് ഈ ഒരു ക്യാമറ ഫുൾ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കിതല്ലാതെ നാളെ ഞാൻ വേറൊരു വീഡിയോ ഇടാം. അതിനകത്ത് നമുക്ക് ഈ ക്യാമറയുടെ സ്റ്റെബിലൈസേഷനും ഹെൽമെറ്റിൽ വെച്ചിട്ട് നമുക്ക് വോയിസൊക്കെ എങ്ങനെ കിട്ടുന്നുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ GoPro Hero 8. ഇപ്പോൾ Hero 9 ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടില്ല. പക്ഷേ അതിന് ഭയങ്കര വിലയാണ്. നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇത് തന്നെ എനിക്ക് എന്താ പറയുക, അത്രയ്ക്ക് സന്തോഷമാണ്. ഇത് തന്നെ ധാരാളമാണ് എനിക്ക് എൻ്റെ വീഡിയോ എടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത ബോക്സും കൂടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ബോക്സ് എന്ന് പറയുന്നത് അഡ്വഞ്ചർ കിറ്റാണ്. അഡ്വഞ്ചർ കിറ്റിനകത്ത് എന്തൊക്കെ വരുന്നത് നോക്കാം. അഡ്വഞ്ചർ കിറ്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്യാമറ നമുക്ക് യാത്രയൊക്കെ ചെയ്തുകൊണ്ട് പോകുമ്പോഴേ നമുക്ക് ക്യാരി ചെയ്യാനുള്ളൊരു ബാഗുണ്ട്. അപ്പോൾ ഇത് നമുക്ക് യൂസാണ്, കാരണം ഇതിനകത്ത് നമുക്ക് ക്യാമറ ഇട്ട് വയ്ക്കാം. GoPro എന്നൊക്കെ എഴുതിയ ഒരു ബാഗ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ചെയ്യുമ്പോൾ ഇതിനകത്ത് വരുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് ഹെഡ് മൗണ്ടാണ്. ഇത് നമുക്ക് അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര യൂസ് ഇല്ല, എങ്കിലും നമുക്ക് അഡ്വഞ്ചറസ് ആയിട്ട് വല്ല മലയുടെ മേളിലൊക്കെ കയറാനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ക്യാമറ ഫിക്സ് ചെയ്യാം. അതായത് അഡ്വഞ്ചർ ആക്ടിവിറ്റിക്കുള്ള കിറ്റാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ വരുന്ന സാധനം ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ. ചെറിയൊരു ട്രൈപോഡ് എന്ന് പറയുമ്പം ചെറുതാണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ. അത് GoProയുടെ ഒരു പ്രത്യേകതയാണ്. GoProയുടെ മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ ക്യാമറയുടെ ആക്സസറീസിൽ ഈ ഹെൽമെറ്റിൽ ക്ലിപ്പ് ചെയ്യുന്ന സാധനം ഇതിൽ ക്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ക്യാമറ ഇവിടെ ഫിക്സ് ചെയ്യാം. അത് കാണിച്ചു തരാം എങ്ങനെയാണ്. സാധനം ഇങ്ങനെ കയറ്റിയിട്ട് ഇതങ്ങ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് ഇതിനകത്തോട്ടാക്കി വയ്ക്കാൻ പറ്റും. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ടൈറ്റായി നിൽക്കും. ഇതിനകത്തോട്ട് നമ്മുടെ GoPro Hero 8 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ചെറിയ ഒരു സെൽഫി സ്റ്റിക്ക് പോലെ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൂടുതൽ സ്റ്റെബിലിറ്റിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പറ്റും. ഇപ്പോൾ നമ്മളിപ്പം വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോ എടുക്കാനും തിരിച്ച് എടുക്കാനൊക്കെ ഇത് വെച്ച് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്യാമറ, അതിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ഹെൽമെറ്റിൽ ഫിക്സ് ചെയ്യുന്ന ഒരു മൗണ്ട് ഉണ്ട്. അത് ഞാൻ ഹെൽമെറ്റിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്, അതായത് MC വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. അത് കുറച്ച് നേരം കൈ ഒന്ന് സെറ്റാവാൻ. അപ്പോൾ അത് സെറ്റായിട്ട് നമ്മൾ ഹെൽമെറ്റിൽ ഫിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ GoPro ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തൂടെ കാഴ്ചകൾ കാണാം. ഇനി അപ്പോൾ ഞാൻ ഇടുക്കിയിൽ പോയിട്ട് ഇടുക്കിയിലൊക്കെ ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇടുക്കിയിലെ കാഴ്ചകളൊക്കെ നമുക്കിനി GoProയിലൂടെ കാണാം. അപ്പോൾ എന്തായാലും നമ്മുടെ ക്യാമറ ഒക്കെ അൺബോക്സ് ചെയ്തു. ഇതാണ് നമ്മുടെ GoPro, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോ ഇതിലെടുത്തുള്ള വീഡിയോസൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതിനുശേഷം ഞാൻ മറ്റന്നാൾ ഇടുക്കിയിലോട്ട് പോകും. അപ്പോൾ ഇടുക്കിയിൽ പോയിട്ട് ഇടുക്കിയിലെ കാഴ്ചകളൊക്കെ നമ്മൾ ഇതിലാണ് പകർത്താൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒത്തിരി പേര് നമ്മളെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. അതായത് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. നമ്മുടെ അമേരിക്കയിലുള്ള രഘുചേട്ടനും അങ്ങനെ നമ്മളെ ഇപ്പോൾ അനിലേട്ടനും അങ്ങനെ അതുപോലെ ഒത്തിരി ആൾക്കാർ, എല്ലാവർക്കും നന്ദി പറയുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഞാനിപ്പോൾ മൊബൈലിലാണ് വീണ്ടും ഷൂട്ട് ചെയ്തത്, അതുകൊണ്ട് ചെറിയൊരു ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ഇനി നാളെ തൊട്ട് ഇതിനകത്തായിരിക്കും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ഇനി കാണാം. ഇനി നമുക്ക് കുറച്ചും കൂടെ മാറ്റങ്ങളൊക്കെ വരുത്തണം. അപ്പോൾ ഇനി നല്ല യാത്രകളൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി അതിന് ഇടുക്കിയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്തിട്ട് കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ചിട്ട് നമുക്ക് കാശ്മീർ പോകണം. ഇനി നമ്മുടെ ചാനൽ കാശ്മീർ പോകുന്ന സമയത്തായിരിക്കും ഞാൻ പറഞ്ഞ പോലെ ഡെയിലി വീഡിയോ ഇടണമെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ഇനി കാശ്മീർ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി വീഡിയോസ് ഇടാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇനി കാശ്മീരിലേക്ക് പോകാനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് നമ്മൾ കാശ്മീർ പോകും. അതൊക്കെ നമുക്ക് ഇനി GoProയിലൂടെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.